ാണ് ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വം പ്രതിനിധി ശ്രീ രാജേഷ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രാജേഷ് മേനോൻ, എന്താണ് ഈ അപകടം സംബന്ധിച്ച് നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ? 6 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് വരുന്നത് മനസ്സിലാക്കുന്നത്. രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? അല്ല, ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയൊന്നും ആയിട്ടില്ല. ടു ഏർലി ടു സേ എനിത്തിങ്. ഞങ്ങളിപ്പോൾ നിങ്ങളെ പോലെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലാണ്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല അതിനെപ്പറ്റി. ഈ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് പുരയിലാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. അല്ലല്ല, തിരുവമ്പാടിയുടെ വെടിക്കെട്ട് പുരയിലല്ല. തിരുവമ്പാടിക്ക് സ്വന്തമായിട്ടുള്ള വെടിക്കെട്ട് പുരയില്ല. ഇത് വേറെ ഒരു ലൈസൻസിയുടെ പേരിലുള്ള അയാൾ പല ആൾക്കാരുടെയും വെടിക്കെട്ട് എടുക്കുന്ന ഒരാളാണ്. പാറമേക്കാവിന്റെതും അവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, പാറമേക്കാവിന്റെ അവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, നിങ്ങളും ഇതുപോലെ ലൈസൻസുകളെ ആയിരിക്കും സമീപിക്കുക അല്ലേ? അതെ, ഇതിന് വെടിക്കെട്ട് നിർമ്മിക്കാനുള്ള ലൈസൻസ് ഉള്ള ആൾക്കാരെ നമ്മൾ സമീപിച്ചിട്ട് അവരെ കൊണ്ട് നമ്മൾ പണിയിപ്പിക്കുകയും ചെയ്യാം. അല്ലാണ്ട് പാറമേക്കാവിനോ തിരുവമ്പാടിക്കോ സ്വന്തമായിട്ടുള്ള ഒരു വെടിക്കെട്ട് പേരോ വെടിക്കെട്ട് നിർമ്മാണവും ഇല്ല. അപ്പൊ തിരുവമ്പാടിക്ക് വേണ്ടി ആ ലൈസൻസി, അതായത് സതീശൻ എന്ന് പറഞ്ഞ ലൈസൻസ് ആവണമെന്നില്ല കേട്ടോ. ഇത് തിരുവമ്പാടിയുടെ ആവണമെന്നില്ല. എന്താ വെച്ചാൽ ആ ലൈസൻസ് വേറെ പലരുടെയും ഉണ്ടാക്കുന്നുണ്ടാവും. അതൊക്കെ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല അതൊന്നും. ഓക്കെ, ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെയും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? ഇതിപ്പോ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിപ്പോ 1.25 മണിക്കൂറിന് മുമ്പാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതിങ്ങനെ ഞങ്ങള് സ്ഥിതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? അതെ. എന്തായാലും അപ്രതീക്ഷിതമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം. അതെ, തീർത്തും. ശരി, വളരെ നന്ദി ശ്രീ രാജേഷ് മേനോൻ ഈ അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. പാറമേക്കാവ് ദേവസ്വത്തിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം. തിരുവമ്പാടിയുടേത് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കാരണം ലൈസൻസുകളെ സമീപിച്ച് ആണ് ഈ വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആരുടേതാണ് എന്നത് നമുക്ക് ഇപ്പോൾ കൃത്യമായി പറയാൻ പറ്റില്ല എന്നൊരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇപ്പോൾ 5 സ്റ്റേഷനിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട് സംഭവസ്ഥലത്തേക്ക് എന്ന് വിവരം വരുന്നു. ദൂരത്ത് നിന്ന് തീയണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അതായത് അടുത്തേക്ക് പോകാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ദൂരത്തു നിന്ന് തീയണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പോലീസ് മുന്നറിയിപ്പ് പാലിക്കണം എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ആരും അടുത്തേക്ക് പോകരുത് എന്നതാണ് മുന്നറിയിപ്പ്. അതായത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അടുത്തേക്ക് പോയാൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന സൂചനകൾ വരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുന്നറിയിപ്പ് അവിടെ രക്ഷാപ്രവർത്തകർക്കുൾപ്പെടെ കൃത്യമായ മുന്നറിയിപ്പ് നൽകുകയാണ്. ആരും അടുത്തേക്ക് പോകരുത് എന്നതാണ് മുന്നറിയിപ്പ്. ഡോക്ടർമാരുടെ കൂടുതൽ സംഘം സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് ഡോക്ടർമാരുടെ പ്രത്യേക സംഘം തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടു എന്ന വിവരം കൂടി വരുന്നുണ്ട്. ചൂടുകൊണ്ടാകാം അപകടമുണ്ടായത് എന്നതാണ് പ്രാഥമിക നിഗമനം. ഇപ്പോൾ ലല്ലു നമുക്കൊപ്പം തുടരുന്നുണ്ട്. ലല്ലു, പറഞ്ഞു വന്നത് തുടരാം. നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ടാണ് വരും ദിവസങ്ങളിൽ തൃശ്ശൂർ നടക്കാൻ പോകുന്നത്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് സാമ്പിൾ വെടിക്കെട്ടും അതുപോലെ തന്നെ പൂര ദിവസം രാത്രി നടക്കുന്ന വെടിക്കെട്ടുമെല്ലാം കിലോ കണക്കിന് കരിമരുന്ന് കൈകാര്യം ചെയ്യുന്ന വെടിക്കെട്ടാണെന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല. സാമ്പിൾ വെടിക്കെട്ട് തന്നെ ആളുകൾ ആവേശപൂർവ്വവും ആകാംക്ഷപൂർവ്വവും കാത്തിരിക്കുന്ന ഒന്നാണ്. സ്വാഭാവികമായും തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും വെടിക്കെട്ട് ഏറ്റെടുത്തിട്ടുള്ള ലൈസൻസുകൾ ഈ വെടിക്കെട്ട് പരമാവധി മനോഹരമാക്കാനുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് വെടിക്കെട്ട് പുരകളെല്ലാം സജ്ജീകരിച്ച് ഇത്തരത്തിൽ അവർ സാമ്പിൾ വെടിക്കെട്ടിൻ്റെയും അവസര ദിവസം നടക്കുന്ന പൂര ദിവസത്തെ വെടിക്കെട്ടിൻ്റെയും എല്ലാം കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, കനത്ത ചൂടാണ് സംസ്ഥാനത്ത്. പാലക്കാട് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. വലിയ വേനലാണ്. സ്വാഭാവികമായും ഈ കരിമരുന്ന് കൈകാര്യം ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. നമുക്കറിയാം രേണുക, പ്രത്യേകിച്ച് ഈ വലിയ വെടിക്കെട്ടുകൾ നടക്കുമ്പോൾ കിലോ കണക്കിന് കരിമരുന്നുകൾ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി രാസവസ്തുക്കളടക്കം ഈ വെടിക്കെട്ടിന് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമിട്ടുകൾക്കെല്ലാം നിറവും തിളക്കവും നൽകുന്നത് വിവിധതരം രാസവസ്തുക്കൾ കരിമരുന്നുമായി യോജിപ്പിച്ചാണ് ഈ അരച്ചും മിക്സ് ചെയ്തുമൊക്കെ ഈ അമിട്ടുകളിൽ നിറച്ച് ഈ ആകാശത്ത് വിടുന്ന ഒരു അമിട്ടിൽ തന്നെ കിലോ കണക്കിന് കരിമരുന്നുകൾ നിറയ്ക്കുന്ന അമിട്ടുകളുണ്ട്.
അമിട്ടുകളുടെ കളറും അതുപോലെ തന്നെ വ്യാസവും മാറുന്നതനുസരിച്ച് അതിലുപയോഗിച്ചിരിക്കുന്ന കരിമരുന്നിൻ്റെ അളവിൻ്റെ എണ്ണത്തിനും വലിയ വർധനവുണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 22 കിലോ 25 കിലോ ഭാരമുള്ള അമിട്ടുകൾ വരെ ഇത്തരം വെടിക്കെട്ടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ്. സ്വാഭാവികമായും ഇത്തരം പ്രവൃത്തികൾ തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വെയിൽ തട്ടിയാൽ പോലും കത്തുന്ന തരത്തിലുള്ള രാസവസ്തുക്കളും കരിമരുന്നുകളും ഈ വെടിക്കെട്ട് പുരകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പല കരിമരുന്നുകളും ഇത്തരത്തിലുള്ള ഈ വെടിക്കെട്ട് പുരകളിൽ നിന്ന് ദൂരെ മാറി തണലത്തൊക്കെ സൂക്ഷിക്കുന്നത് പലപ്പോഴും ഞാനൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഈ കരിമരുന്ന് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ രാസവസ്തുക്കളുമായി മിക്സ് ചെയ്ത പല മരുന്നുകളും ദൂരേക്ക് മാറി തണലത്ത് കാരണം വെയിലത്തിരുന്നാൽ ചെറിയ പ്രകാശം തട്ടിയാൽ പോലും കത്താൻ സാധ്യതയുള്ള തരത്തിലുള്ള മരുന്നുകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമാണ് ഈ വെടിക്കെട്ട് പുരകളിൽ കരിമരുന്നുകൾ കൈകാര്യം ചെയ്തത്. പ്രത്യേകിച്ചും ഈ പൂരത്തിനൊക്കെ വെടിക്കെട്ടുകളിൽ ആവശ്യം വരുന്ന കുഴിമിന്നലുകളെല്ലാം ധാരാളമായി കരിമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ഈ അപകട സ്ഥലത്ത് കാണുന്നത് ഈ സ്ഫോടനത്തിന് ശേഷം തുടർ സ്ഫോടനങ്ങൾ വ്യാപകമായി ഉണ്ടാകുന്നു. ഈ പറഞ്ഞ കുഴിമിന്നലുകളാണ് നിരന്തരമായി അവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫയർഫോഴ്സിൻ്റെ 5 യൂണിറ്റുകൾ അവിടേക്ക് എത്തുന്നു. ഈ പ്രദേശം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഒരു വലിയ പാടശേഖരത്തിൻ്റെ നടുക്ക്, അതായത് സാധാരണ ആളുകൾക്ക് എത്താൻ പ്രയാസമുള്ള അത്ര ദുർഘടമായ ഇടുങ്ങിയ വഴികളിലൂടെയൊക്കെ ആയിരിക്കും ഈ പ്രദേശത്ത് എത്തിച്ചേരുക. അത് സ്വാഭാവികമായും ഇത്തരത്തിൽ ജനവാസമുള്ള ഒരു പ്രദേശത്ത് വെടിക്കെട്ട് പുരകൾ ഉണ്ടാകാറില്ല. ഇത് ജനവാസമില്ലാത്ത പ്രദേശമാണ്. അവിടെ തീ പടർന്നു പിടിക്കുമെന്നുള്ള ആശങ്ക വേണ്ട. പക്ഷേ അവിടെ ജോലി ചെയ്തതിന് ഏതാണ്ട് 40-ലധികം ആളുകൾ ഈ പുരകളിൽ പണിയെടുത്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടുത്ത വേനലാണ്, കരിമരുന്നാണ് കൈകാര്യം ചെയ്യുന്നത്. അവിടെ ഉണ്ടാകുന്ന ഏതൊരു അശ്രദ്ധയും അല്ലെങ്കിൽ ഏതൊരു പാളിച്ചയും നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ കടുത്ത ചൂടടക്കമുള്ള പല കാരണങ്ങളും പ്രാഥമിക നിഗമനം ഇപ്പോൾ കടുത്ത ചൂടാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ്. ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ കുറച്ച് അപ്ഡേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ്. 5 പേർ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ എത്തിച്ചിട്ടുണ്ട് എന്നതിന്റെ വിവരം വരുന്നുണ്ട്. 17 പേർ മേജർ ഇഞ്ചുറികളുമായിട്ട് പരിക്കുകളുമായിട്ട് തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട് എന്നത് വരുന്നു. 2 പേർ വാർഡിലുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 24ഓളം പേരെ ഇതുവരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നതിൻ്റെ വിവരമാണ് ലഭിക്കുന്നത്. അതിൽ 17 പേർക്ക് ഗുരുതര പരിക്കുണ്ട് എന്നത് വരുന്നു. മറ്റൊന്ന്, ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ദുസ്സഹമായി തുടരുകയാണ്. അവിടേക്ക് മനുഷ്യർക്ക് അടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. നേരത്തെ ലല്ലു സൂചിപ്പിച്ചതുപോലെ തുടർ സ്ഫോടനങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ തീയണയ്ക്കാൻ റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് വെഹിക്കിൾ എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് അങ്ങോട്ടേക്ക് എത്തിച്ച് കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്താം എന്ന ഒരു ആലോചനയാണുള്ളത്. അതിനുള്ള നടപടികൾ നടക്കുന്നു. എറണാകുളത്ത് നിന്നായിരിക്കും ഈ റോബോയെ എത്തിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് റോബോയെ എത്തിച്ച് കൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിലാണ് ഇനിയുള്ള പ്രതീക്ഷ എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.